നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 സിലബസ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പബ്ലിഷ് ചെയ്തതിന് പുറമെ നീറ്റ് 2025 ഏതൊക്കെ മോഡിലായിരിക്കും നടക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വിദ്യാഭ്യാസ മന്ത്രാലയമല്ല, ആരോഗ്യ മന്ത്രാലയമാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. നീറ്റ് UG 2025 ഓൺലൈൻ മോഡിലായിരിക്കുമോ അതോ പെൻ ആൻഡ് പേപ്പർ ഓഫ്ലൈൻ മോഡിലായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഇതിനകം തന്നെ ആരോഗ്യ മന്ത്രാലയവുമായിട്ട് 2 വട്ടം ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സമിതിയുടെ ശുപാർശകളെല്ലാം പാർലമെൻറ്റിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ പഠനങ്ങൾ തന്നെയാണ് 2 മന്ത്രാലയങ്ങളും നടത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ തന്നെയായിരിക്കും നീറ്റ് 2025 നടക്കുന്നത്. ശുപാർശ പ്രകാരം ഓൺലൈൻ മോഡിലോട്ട് മാറ്റാനുള്ള എല്ലാ സാഹചര്യവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ഒരു ഫൈനൽ വേർഡിക്ഷനിലോട്ട് അദ്ദേഹം എത്തിയിട്ടില്ല. അതുപോലെ മൾട്ടി സ്റ്റേജ് 2 ഘട്ടങ്ങളിലായിട്ട് JEE മെയിനും JEE അഡ്വാൻസ്ഡും പോലെ ഒരു പ്രിലിമിനറി മെയിൻസ് നടത്തുന്നത് പോലെയുള്ള സാധ്യതകളും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. അപ്പം ഈ ശുപാർശകളെല്ലാം തന്നെ ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മുൻപിലാണുള്ളത്. ഏറ്റവും അടുത്ത് തന്നെ നീറ്റ് 2025 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും സിലബസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 2024 അതേ സിലബസ് തന്നെയാണ് 2025 ഫോളോ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നീറ്റ് 2025 തയ്യാറെടുക്കുന്നവർക്ക് അവരുടെ തയ്യാറെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇനി ഇത് ഏത് രീതിയിലായിരിക്കും, പെൻ ആൻഡ് പേപ്പർ മീഡിയം ആയിരിക്കുമോ, ഓഫ്ലൈൻ മോഡായിരിക്കുമോ അതോ ഓൺലൈൻ മോഡിലായിരിക്കുമോ എന്നുള്ള ഘട്ടങ്ങൾ, അതുപോലെ തന്നെ 2 ചാൻസ് ആണോ അതോ 2 ഘട്ടങ്ങളായിട്ടാണോ, പ്രിലിമിനറി മെയിൻസും പോലെ 2 ഘട്ടങ്ങളൊക്കെയാണോ എന്നുള്ളത് ഏറ്റവും അടുത്ത് തന്നെ നമുക്കറിയാം. അപ്പം ഏറ്റവും പുതിയ വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.